അമ്മമാരുടെ ഒരു സഹായം ഒന്ന് ആലോചിച്ച് നോക്കുക. മാസങ്ങളോളം രഹസ്യമായിട്ട് ഒരാളിന് വീടിൻ്റെ തട്ടും പുറത്തോ വീടിനുള്ളിലോ, ചെറിയ വീടായിരിക്കാം, വലിയ വീടൊന്നും ആയിരിക്കില്ല, അങ്ങനെ ഒരാളെ താമസിപ്പിച്ചിട്ട് അയാൾക്ക് ആഹാരം കൊടുത്തും അയാളുടെ വസ്ത്രം നനച്ചു കൊടുത്തും അയാളെ പുറത്തൊരു ജീവി അറിയാതെ കാത്തു സൂക്ഷിച്ചിട്ടും ഒക്കെ ഒരു ദിവസമല്ലല്ലോ, ഒരാഴ്ചയോ ഒരു മാസമല്ല, മാസങ്ങളോളം അങ്ങനെ താമസിപ്പിച്ച ആ അമ്മമാര് മനസാന്നിധ്യം പല വീടുകളിലും പോലീസൊക്കെ വന്നിട്ടുണ്ട്. മറ്റു ആൾക്കാർ വീടുകളിൽ വിശേഷ ബന്ധുക്കൾ വന്ന സന്ദർഭങ്ങളുണ്ട്. ആ ബന്ധുക്കൾ അറിയാതെ ഒരു മുറിയിൽ നമ്മുടെ സ്വയംസേവകരെ അടച്ചിട്ടിട്ട് അത് തുറക്കാതിരിക്കാൻ എന്തെല്ലാം അടവുകൾ എടുക്കേണ്ടി വന്നിട്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാനത് ഒരാളുടെയെങ്കിലും പേര് ഞാൻ പറയാത്തത് മനഃപൂർവ്വം പറഞ്ഞെന്നാൽ ഒത്തിരി പേരുടെ പേര് വിട്ടുകളയും. അങ്ങനെ അനേകം അമ്മമാര് അനുഭവിച്ച ശ്വാസം മുട്ടലും തീ തിന്നുക എന്ന് നമ്മൾ പറയില്ല, അക്ഷരാർത്ഥത്തിൽ തീ വിഴുങ്ങികളായി ജീവിച്ച അമ്മമാര് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൻ്റെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചവരാണ്.